കലാ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ കുടുംബസംഗമം വയലാറിന്റെ പരിപാവനമായ മണ്ണിൽ തന്നെ നടത്താൻ സാധിച്ചത് ഭാഗ്യമായി കാണും. ഉത്രം നക്ഷത്രത്തിങ്കൽ ഉത്തമം വൃശ്ചിക ലഗ്നത്തിൽ. വയലാർ സംസ്കാര വേദി അതിൻ്റെ 4ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 2020 ആഗസ്റ്റ് 25-ാം തീയതിയാണ് ഇത് രൂപം കൊള്ളുന്നത്. അതിനുശേഷം സാമൂഹ്യ സാന്ത്വന സാംസ്കാരിക രംഗത്ത് വളരെ നിസ്തുലമായ സേവനമാണ് നമ്മുടെ ഈ കൂട്ടായ്മ അനുഷ്ഠിച്ചിട്ടുള്ളത്. വയലാർ എന്ന് പറയുന്ന അനശ്വര കലാകാരൻ്റെ പേരിലുള്ള ഈ കുടുംബസംഗമം ഇങ്ങനെ നടത്താൻ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള കലാസാംസ്കാരിക വേദിക്ക് വേണ്ടി സമയം കണ്ടെത്താനും നടത്താനും ഒക്കെ ആളുണ്ടെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. മലയാളം കണ്ട വിപ്ലവ കവി എന്നാണ് നമുക്ക് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന വയലാർ. രക്തസാക്ഷി ഗ്രാമങ്ങളെ പുന്നപ്ര വയലാർ ഗ്രാമങ്ങളെ പുലകങ്ങളെ വീരപുലകങ്ങളെ പുലകങ്ങളെ വീരപുലകങ്ങളെ. Red salute, red salute. വയലാർ സാഹിത്യത്തെയും സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതരെ എല്ലാവർക്കും എൻ്റെ നന്ദി. ഇവിടെ വരാൻ സാധിച്ചത് അനുഗ്രഹം. ഇനി വരാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി കേരളത്തിലെ ജനങ്ങളെ മലയാളികളെ മുഴുവൻ ഇപ്പോഴും ആവേശപ്പെടുത്തുന്നതാണ്. ഞാൻ ഉറങ്ങുന്നുള്ള പല രാത്രികളിലും ശ്രീ വയലാർ മുഹമ്മദ് തമ്പുരാന്റെ പാട്ടുകളിലാണ് കണ്ടുള്ളത്. അതുകൊണ്ടാണ് ഈ 150 സിനിമയിൽ പാട്ടെഴുതിയിട്ടും ഒരു മനുഷ്യന്റെ നടത്തവും ആ ബോഡി ലാംഗ്വേജും ഒക്കെ കണ്ടില്ലേ. 2 സിനിമയിൽ എഴുതുമ്പോൾ ചില ആൾക്കാരുടെ നടപ്പും, ചില 2 കവിത എഴുതി കഴിയുമ്പോൾ ചിലരുടെ നോട്ടവും ഒക്കെ കണ്ടിട്ട് നിലത്തെഴുതാനാണ് ശ്രീ രാധാകൃഷ്ണന്റെ കൂടെ നിങ്ങളെ കൊണ്ട് എഴുതിയിരിക്കുന്നത്. പാടി പണ്ടൊരു പൊൻകുളം തണ്ട് ചോരമൊഴിയും ചുണ്ടിലൂറിയ ദിവിനാവ്. അഗ്നിപർവ്വതം പുകഞ്ഞു, ഭൂചക്രവാളങ്ങൾ ചുവന്നു, മൃത്യുവിന്റെ ഗുഹയിൽ പുതിയൊരു രക്തപുഷ്പം വിടർന്നു. അഗ്നിപർവ്വതം പുകഞ്ഞു. കഴുക ഹേ കഴുക, കറുത്ത ചിറകുമായി താണുപറന്നീ കനലിനെ കൂട്ടിൽ നിന്നെടുത്തുകൊള്ളൂ, എടുത്തുകൊള്ളൂ. നാളത്തെ പ്രഭാതത്തിൽ ഈ കനലൂതി കാലമൊരു കത്തുന്ന പന്തമാക്കും, തീ പന്തമാക്കും. ചേട്ടൻ കുട്ടിക്കാലം മുതൽ ബോർഡിങ്ങിലായിരുന്നു. അച്ഛൻ വരുമ്പോൾ അതുവഴി കയറി ചേട്ടനെ കാണും. ഞങ്ങൾ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ പോകും, ചേട്ടൻ്റെ ബോർഡിങ്ങിൽ പോകും, ചേട്ടനെ കാണും. ഞങ്ങൾ ഒരുമിച്ച് ഹോട്ടലിൽ പോകും, ഭക്ഷണം കഴിക്കും, തിരിച്ചു വരും. വീട്ടിൽ വന്നാൽ വലിയവരുടെ കാര്യങ്ങൾ, കുട്ടികളുടെ
കുട്ടികളുടെ ലോകത്ത്